നമസ്കാരം. IPL അതായത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസും ലക്നൌ സൂപ്പർ ജയൻസും തമ്മിലാണ് പോരാട്ടം. രാത്രി 7:30 വിശാഖപട്ടണത്താണ് ഈ മത്സരം കാണാൻ സാധിക്കുക. അക്സർ പട്ടേൽ നയിക്കുന്ന ഡൽഹി നിരയിൽ ഫാഫ് ഡുപ്ലസിസ്, കരുൺ നായർ, KL രാഹുൽ ഉൾപ്പെടെ ബാറ്റിംഗ് താരനിരയുണ്ട്. നടരാജൻ, കുൽദീപ് യാദവ്, മിച്ചൽ സ്റ്റാർക്ക് ഉൾപ്പെടെ താരങ്ങൾ ബൌളിംഗിലും കരുത്തുണ്ട്. ഋഷഭ് പന്ത് നയിക്കുന്ന ലക്നൌ നിരയിൽ ഡേവിഡ് മില്ലർ, എയ്ഡൻ മാർക്രം, നിക്കോളസ് പൂരൻ എന്നിവർ തന്നെയാണ് ബാറ്റിംഗിൽ പ്രതീക്ഷ. ആകാശ് ദീപ്, രവി ബിഷ്ണോയ് ഉൾപ്പെടെ താരങ്ങൾ ബൌളിംഗിലും കരുത്തുണ്ട്. പുതിയ നായകന്മാരുടെ കീഴിൽ ഇറങ്ങുമ്പോൾ തുടക്കം മികച്ചതായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. ആ മികച്ചയുള്ള പ്രതീക്ഷ കാണാനും അതുപോലെയുള്ള പെർഫോമൻസുകൾ കാണാനും ഇരു ടീമിന്റെ ലക്ഷ്യമെന്ന് പറയുന്നു. ഇന്നലെ നടന്നത് ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു എന്ന് പറയാം. അതുപോലെ ഒന്നല്ലെങ്കിലും കുഞ്ഞു പയ്യന്മാരുടെ ചെറിയ ലീഗുകൾ കാണാൻ വളരെയധികം ആവേശമായി തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് സൂപ്പർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ച് മുന്നോട്ടെത്തിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. ചിരുവൈരികളുടെ പോരാട്ടത്തിൽ 4 വിക്കറ്റിനാണ് CSKയുടെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 9 വിക്കറ്റിന് 155 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ CSK 5 പന്തുകൾ ബാക്കിയാക്കി വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. മുംബൈയുടെ ബാറ്റിംഗ് നിര പ്രതീക്ഷിച്ച നിലവാരം കാട്ടാത്തതാണ് ടീമിനെ പിന്നോട്ടടിച്ചത്. ബോളർമാർ പരമാവധി പൊരുതിയെങ്കിലും പ്രതിരോധിക്കാൻ കഴിയാവുന്ന സ്കോർ ആയിരുന്നില്ല മുംബൈയുടെ ബാറ്റിംഗ് നിര തേടിക്കൊണ്ടത്. എന്തിലും തട്ടകത്തിലും CSK വിറപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ മുംബൈക്ക് സാധിച്ചു എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ. ഹർദിക് നായകനായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും ഇല്ലാതെയാണ് മുംബൈ ഇറങ്ങിയത് എന്നതാണ് ഏറ്റവും വലിയ ഒരു മുൻകരുതൽ. അതുപോലെ തന്നെ എന്നിട്ടും അനായാസന ജയത്തിലേക്ക് എത്താൻ CSKക്ക് സാധിച്ചതുമില്ല. മുംബൈ കടുത്ത ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് കൊടുത്തത്. മുംബൈ ഇന്ത്യൻസിന് 4 പ്രധാന വിക്കറ്റുകൾ വീഴ്ത്താൻ നൂർ അഹമ്മദിന് സാധിച്ചതാണ് അവിടെ ചെന്നൈക്ക് പറ്റിയ ഏറ്റവും വലിയ വിജയം. മുംബൈയെ വലിയ സ്കോറിൽ എത്തിക്കുന്നതിൽ നിന്ന് തടഞ്ഞത് നൂറിന്റെ പ്രകടനം തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ. കൃത്യമായി അഫ്ഗാൻ സ്പിന്നറെ ഉപയോഗിക്കാനും CSKക്ക് ആയിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസ് നായകൻ സൂര്യകുമാർ യാദവിനെ പുറത്താക്കിയ നൂർ അഹമ്മദ് ഇടം കയ്യൻ സൂപ്പർ താരം തിലക് വർമ്മയ്ക്കും മടക്ക ടിക്കറ്റ് അയച്ചു. വെടിക്കെട്ട് ബാറ്റ്സ്മാനായ റോബിൻ ബെൻസിനെയും അതുപോലെ നവാൻദിറിനെയും ഒക്കെ തന്നെയും മടക്കാൻ നൂറിന് 4 വിക്കറ്റ് പ്രകടനം സാധ്യമാക്കി. മുംബൈക്കായി വിഘ്നേഷ് പുത്തൂർ 3 വിക്കറ്റുകൾ വീഴ്ത്തിയെങ്കിലും നൂർ സൃഷ്ടിച്ച അത്ര ഇമ്പാക്ട് സൃഷ്ടിക്കാനായില്ല. ഇതാണ് മത്സരത്തിൽ വഴിത്തിരിവായത്. പതിയെ തുടങ്ങി പിന്നീട് കടന്നാക്രമിക്കാനായിരുന്നു സൂര്യകുമാർ യാദവിന്റെ പ്ലാൻ പോലും. എന്നാൽ നൂർ അഹമ്മദിന്റെ പന്തിൽ MS ധോണിയുടെ മിന്നൽ സ്പിൻ സൂര്യയുടെ പോരാട്ടം അവസാനിപ്പിച്ചു. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കെൽപ്പുള്ള താരനിരയായിട്ട് പോലും മുംബൈക്ക് വലിയ സ്കോറിലേക്ക് എത്താൻ സാധിക്കാതെ പോയതിനു പിന്നിൽ നൂർ അഹമ്മദിന്റെ മികവാണ് എന്ന് കൂടുതൽ കൈയടി അറിയിക്കുന്ന കാര്യം കൂടി പറയുന്നുണ്ട്. CSKയെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ ഋതുരാജ് ഗെയ്ക്വാദിന്റെ പ്രകടനമാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഓപ്പണറായ CSK നായകൻ രാഹുൽ ത്രിപാഠിക്ക് വേണ്ടി 3-ാം നമ്പറിലേക്ക് ഇറങ്ങി. ഏത് പൊസിഷനിലും താൻ തിളങ്ങുമെന്ന അടിവരയിട്ട തരത്തിലുള്ള വെടിക്കെട്ടാണ് പിന്നീട് ഋതുരാജ് കാഴ്ചവെച്ചത്. സ്പിന്നിനെതിരെ തുണയ്ക്കുന്ന പിച്ചിൽ റൺസ് ഉയർത്തുകയെന്ന വളരെ ദുഷ്കരമായ കാര്യം തന്നെയാണ് നെയ്തെടുത്തത്.